ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 3D Max ഫയലിലെ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്. അതായത് കംപ്രസ് ഓൺ സേവ് എന്ന ഒരു സെറ്റിങ്സ് ആണ്. അത് അറിയാത്തവരുണ്ടെങ്കിൽ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഞാനിവിടെ മൗസ് കൊണ്ട് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ കംപ്രസ് ഓൺ സേവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് ഈ കംപ്രസ് ഓൺ സേവിനെ കുറിച്ചാണ്. ഈ കംപ്രസ് ഓൺ സേവ് ഇവിടെ ടിക്ക് ചെയ്യാതെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ടിക്ക് ചെയ്യാതെ ഈ ഫയൽ സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ഈ ഫയൽ വീണ്ടും സേവ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഈ രണ്ട് ഫയലുകൾ ഈ സേവ് ചെയ്ത ഫയലുകൾ തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ കംപ്രസ് ഓൺ സേവ് ടിക്ക് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ ഇപ്പോൾ മാത്രമേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 3D Max ഫയലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ കസ്റ്റമൈസിൽ പ്രിഫറൻസ് എന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് അവസാനമായിട്ട് കാണാവുന്നതാണ്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിഫറൻസ് സെറ്റിങ്സ് എന്ന ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് കാണാവുന്നതാണ്. അതിൽ ഫയൽസിൽ പോവുക. ഫയൽസിൽ ഫയൽ ഹാൻഡിൽ എന്ന ഓപ്ഷൻ കാണാം. അവിടെ കംപ്രസ് ഓൺ സേവ് എന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഫയലിൽ ഇവിടെ കംപ്രസ് ഓൺ സേവ് ഓഫ് ആക്കിയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് സേവിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കംപ്രസ് ഓൺ സേവ് ടിക്ക് ചെയ്തതിന് ശേഷം ഈ ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ടിക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഫയൽ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ആദ്യം ചെയ്യുന്നത് ഇവിടെ കംപ്രസ് ഓൺ സേവ് ടിക്ക് ചെയ്തതിന് ശേഷം ഈ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇനി വീഡിയോ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ടിക്ക് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുത്തു. ഈ സേവ് ആസ് കൊടുത്തിട്ട് ഈ ഫയലൊന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കംപ്രസ് ഓൺ സേവ് ഫോൾഡർ. അപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു നെയിം കൊടുക്കുകയാണ്. കംപ്രസ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെയിം കൊടുത്തു. എന്നിട്ട് സേവ് കൊടുത്തു. അതിനുശേഷം ആ ഫയൽ സേവ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ സേവ് ആവുന്നത് വരെ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കംപ്രസ് ഓൺ സേവ് ഓഫ് ആക്കിക്കൊണ്ട് ഈ ഫയലൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫയൽ സേവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് കംപ്രസ് ഓൺ സേവ് ഓഫ് ആക്കിയിട്ട് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ഞാൻ കസ്റ്റമൈസിൽ പോയിട്ട് പ്രിഫറൻസിൽ ഫയൽസിൽ പോയിട്ട് കംപ്രസ് ഓൺ സേവ്. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ ടിക്ക് ചെയ്തിട്ടാണ് ഈ ഫയൽ സേവ് ചെയ്തത്. ഇനി ഞാൻ ടിക്ക് ഓഫ് ചെയ്തിട്ട് ഈ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫയലിൽ വീണ്ടും പോയിട്ട് സേവ് ആസ് കൊടുത്തു. അപ്പോൾ അത് നേരത്തെ സേവ് ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ ഈ ഫയലും സേവ് ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ കംപ്രസ് ഓൺ ഓഫ് എന്ന് കൊടുത്ത് ഒരു നെയിം കൊടുത്തിട്ട് ഞാൻ ഈ ഫയൽ വീണ്ടും അവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നേരം ആ സേവ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സേവ് ചെയ്ത ഫയലുകളൊന്ന് എടുക്കാം. എന്നിട്ട് ഓക്കെ, അപ്പോൾ ആ ഫയൽ സേവ് ചെയ്ത ഫോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി അതിനുശേഷം ഈ രണ്ട്
ഫയലുകളാണ് നമ്മൾ സേവ് ചെയ്തത്. ഒന്ന് കംപ്രസ് ഓൺ സേവ് ഓഫ് ആക്കിയിട്ടും ഒന്ന് ഓൺ ആക്കിയിട്ടുമുള്ള ഫയലുകളാണ്. അപ്പോൾ ഓഫ് ചെയ്ത ഫയൽ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ആ ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ പ്രോപ്പർട്ടീസ് പോയിട്ട് ജനറൽ സൈസ്, ഇതിൻ്റെ സൈസ് ഒന്ന് നോട്ട് ചെയ്യുക. 264 MB ആണ് കംപ്രസ് ഓൺ സേവ് ഓഫ് ആക്കിയിട്ടുള്ള ഫയലിൻ്റെ സൈസ്. ഓക്കെ, ഇനി അത് ക്ലോസ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ കംപ്രസ് ഓൺ സേവ് ഓൺ ആക്കിയിട്ടുള്ള സേവ് ഫയൽ ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് പോയിട്ട് ജനറൽ, അതിൻ്റെ സൈസ് ഒന്ന് നോട്ട് ചെയ്യാം. 42.7 MB. ഓക്കെ, അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കംപ്രസ് ഓൺ സേവ് ആക്കിയ ഫയൽ നമുക്ക് 42.7 ആണ്. മറ്റേത് ഓഫ് ആക്കിയിട്ടുള്ള സേവിൻ്റെ ഫയലിൻ്റെ സൈസ് 264 MB ആണ്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അതിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനാൽ നിങ്ങളുടെ ഫയലുകളിൽ സേവ് ചെയ്യുമ്പോൾ കംപ്രസ് ഓൺ സേവ് ടിക്കാണോ അതോ ഓഫാണോ എന്ന് നോക്കുക. ഓഫാണെങ്കിൽ ടിക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.